ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലുമാണ് ഏറ്റവും അധികം പേർ വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പിനിടെ പശ്ചിമബംഗാളിൽ വ്യാപക അക്രമമുണ്ടായി. റായ്ഗഞ്ചിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ വാഹനം ആക്രമിച്ചു. 12 സംസ്ഥാനങ്ങളിലായി 95 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ പശ്ചിമബംഗാളിലാണ് കൂടുതൽ സംഘർഷമുണ്ടായത്. റായ്ഗഞ്ചിൽ CPIM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ വാഹനം ഇഷ്ടിക കൊണ്ട് എറിഞ്ഞു തകർത്തു. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബൂത്തുകൾ കയ്യേറി. വേണ്ടത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ലെന്ന് മുഹമ്മദ് സലീം കുറ്റപ്പെടുത്തി. But that's a nexus between the local police arrangement and the goons under Trinamool Congress. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, സദാനന്ദ ഗൌഡ, കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിമാർ, കനിമൊഴിയടക്കമുള്ള DMK നേതാക്കൾ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. രജനീകാന്തും കമൽഹസനും അടക്കമുള്ള താരങ്ങളും രാവിലെ പോളിംഗ് ബൂത്തിലെത്തി. ദക്ഷിണേന്ത്യയിലെ 53ഉം ഉത്തരേന്ത്യയിലെ 42 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വെല്ലൂർ ഒഴികെ തമിഴ്നാട്ടിൽ 38 സീറ്റുകളിൽ ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകും. 18 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 10ഉം ഉത്തർപ്രദേശിൽ 8 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിനിടെ ഛത്തീസ്ഗഡിൽ സുരക്ഷാസേന 2 മാവോയിസ്റ്റുകളെ വധിച്ചു. ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയത് പോളിംഗ് തടസ്സപ്പെടുത്തി. ജമ്മു കശ്മീരിലെ ശ്രീനഗർ, ഉദ്ധംപൂർ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് സമാധാനപരമാണ്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് 1629 സ്ഥാനാർത്ഥികൾ. വിധി എഴുതുന്നത് 15 കോടിയിലേറെ വോട്ടർമാർ. പശ്ചിമബംഗാൾ ഒഴിച്ചു നിർത്തിയാൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരം. KP അഭിലാഷ്, News 18, ഡൽഹി.